നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ FA കപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചിരുന്നു. നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് യുണൈറ്റഡ് ഈ ഒരു വിജയവും അതുവഴി കിരീടവും സ്വന്തമാക്കിയിട്ടുള്ളത്. യുവ സൂപ്പർ താരങ്ങളായ അലജാൻഡ്രോ ഗർണാച്ചോ, കോബി മൈനു എന്നിവരാണ് യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത്. ഈ സീസണിലെ ഏക കിരീടമാണ് ഇതുവഴി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. പ്രമുഖ യൂട്യൂബറായ ഐഷോ സ്പീഡ് ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി വെംബ്ലിയിൽ എത്തിയിരുന്നു. മാത്രമല്ല, ഈ കിരീട നേട്ടത്തിന് ശേഷം ഒരു വിക്ടറി പാർട്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബ്ബ് സംഘടിപ്പിച്ചിരുന്നു. യുണൈറ്റഡ് താരങ്ങളും സ്റ്റാഫുകളും എല്ലാം ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ ഐഷോ സ്പീഡും ഉണ്ടായിരുന്നു. യുണൈറ്റഡ് സൂപ്പർ താരമായ അലജാൻഡ്രോ ഗർണാച്ചോയുടെ ക്ഷണപ്രകാരമായിരുന്നു ഐഷോ സ്പീഡ് ഈ ഒരു പാർട്ടിയിൽ എത്തിയിരുന്നത്. എന്നാൽ ഇത് പിന്നീട് വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റാഫ് അംഗങ്ങൾക്ക് സ്പീഡ് ഈ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനോട് യാതൊരുവിധ യോജിപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്പീഡ് ഈ ഒരു പാർട്ടിയിൽ എത്തുകയായിരുന്നു. മാരിയറ്റ് ഹോട്ടലിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ പാർട്ടി നടന്നിരുന്നത്. ഇതിൽ സ്പീഡിന്റെ സാന്നിധ്യം ഉണ്ടായത് പല യുണൈറ്റഡ് അംഗങ്ങളെയും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യം പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗർണാച്ചോയുടെ സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഐഷോ സ്പീഡ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഒരൽപ്പം വിചിത്രമാണ്. ഇതാണ് യുണൈറ്റഡ് അംഗങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വരും ദിവസങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ടെൻഹാഗിന്റെ ഭാവി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.